ഹലോ, അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റുമോ, ലക്ഷദ്വീപിലേക്ക് എങ്ങനെയാണ് വരാമെന്നൊക്കെ. ലക്ഷദ്വീപിലേക്ക് വരാം കേട്ടോ. വരാൻ വലിയ ചിലവൊന്നുമില്ല. ചിലവില്ല എന്ന് പറയുമ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ചിലവുകളുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും പാക്കേജ് ആണെങ്കിലും അതിൻ്റെ ചിലവുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നുമല്ല. പിന്നെ ചില ആൾക്കാർ നമ്മൾ കുറേ ആഡ് ഇങ്ങനെ കാണുന്നുണ്ട്, 2000 ഉറുപ്പ്യക്ക് ലക്ഷദ്വീപിലേക്ക് വരാം, 1500 ഉറുപ്പ്യക്ക് ലക്ഷദ്വീപിലേക്ക് വരാം, എന്തിനു പറയണം 500 ഉറുപ്പ്യക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. വന്നവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ എപ്പോഴും അല്ല കേട്ടോ, അതിനൊരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വന്നവരൊക്കെ ഉണ്ട്. മൺസൂൺ ടൈമിലൊക്കെയാണ് ആ ഒരു ടിക്കറ്റ് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും ഇത്ര ഉറുപ്പ്യാണ് മൊത്തത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ നമ്പർ എന്തായാലും താഴെ കൊടുക്കുക. ലക്ഷദ്വീപിലേക്ക് വരാനും ഇവിടെ വന്ന് നല്ല രീതിയിൽ കണ്ടിട്ട് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസുമായിട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കേട്ടോ. നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് പെട്ടെന്ന് വിളിക്കും, പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരണം എന്നുള്ള മൈൻഡിൽ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതൊരിക്കലും നടക്കൂല കേട്ടോ. ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ മിനിമം എന്താക്കുക, ഒരു 20 ദിവസം മുന്നെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പക്കായിരിക്കണം. ഓക്കെ, അതായത് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് വന്നിട്ട് പോകണം എന്നൊക്കെ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ പെർമിറ്റ് എടുക്കാനുണ്ട്, അതിന് നമുക്ക് നിങ്ങൾ PCC വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് നടന്നാൽ മാത്രമാണ് നമുക്ക് എന്തേ ഉള്ളൂ, പിന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറയുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് വരാൻ പറ്റാത്തൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഏകദേശം 1 മാസം മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം 1 മാസം മുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പക്കായിരിക്കുക. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ലക്ഷദ്വീപിലേക്ക് കപ്പൽ വഴി വരാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷദ്വീപിലേക്ക് കപ്പൽ വഴി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, നിലവിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാക്കേജ് എടുക്കുന്നത്. ഷിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ യാതൊരു ഉറപ്പും പറയാൻ നിങ്ങളോട് പറ്റൂല. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസറെ കുറ്റം പറയാനും പറ്റൂല കേട്ടോ. സ്പോൺസർ 100% ഉറപ്പ് തന്നിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്തെങ്കിലും കാട്ടാം. സ്പോൺസർ എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാട്ടാൻ കുഴപ്പമൊന്നുമില്ല, അത് സ്പോൺസറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മളൊന്നും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പാക്കേജ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ നമ്പറിലേക്ക് എന്താക്കുക, ലക്ഷദ്വീപ് എൻക്വയറീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.